സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ ഒഴികെ എന്നാൽ അവർക്ക് മുറിക്കപ്പെട്ടു പോകാത്ത പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്നു. എന്താണ് ഈ സത്യം? ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ ഈ ദൈവം പെർഫെക്റ്റായിട്ട് സൃഷ്ടിച്ച മനുഷ്യന് അത് സത്യമാണെന്ന് അത് കേൾക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടണം. എങ്കിലേ ദൈവത്തിൻ്റെ സൃഷ്ടി പെർഫെക്റ്റ് ആവുള്ളൂ. ഇവിടെ ബുദ്ധിപരമായ പെർഫെക്ഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ശാരീരികമാണെങ്കിൽ പോട്ടെ, ബുദ്ധിപരമായ പെർഫെക്ഷനോട് കൂടി സൃഷ്ടിച്ച ഒരു മനുഷ്യന്, ആ മനുഷ്യന് സത്യം എന്ന് പറയുന്നത് അയാൾക്ക് ബോധ്യപ്പെടാവുന്ന കാര്യങ്ങളായിരിക്കണം. അതല്ലാതെ ഇയാൾക്ക് ഒരിക്കലും ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ അയാളിൽ പ്രലോഭനങ്ങളിലൂടെയും ശിക്ഷ കാണിച്ച് പേടിപ്പിച്ചിട്ടും പ്രലോഭനങ്ങളിലൂടെ കൊതിപ്പിച്ചിട്ടും അയാളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് തന്നെ അയാളുടെ ബുദ്ധിയെയും അയാളുടെ യുക്തിയെയും അയാളുടെ ബുദ്ധിപരമായ പെർഫെക്ഷനെയും ഒക്കെ നിഷേധിക്കുന്ന ഒരു വികലവാദമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഒന്നല്ല, ഒരുപാട് വിശ്വാസ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ കഥാപുസ്തകം. ലോകത്ത് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുള്ളവരും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി ജീവിക്കാൻ പോകുന്നവരുമായിട്ടുള്ള കോടാനകോടി മനുഷ്യരെടുത്തു കഴിഞ്ഞാൽ അതിൽ മഹാഭൂരിപക്ഷം ആളുകളും ഈ കഥാപുസ്തകം വിശ്വസിച്ചവരല്ല, വിശ്വസിക്കാൻ പോകുന്നവരുമല്ല, വിശ്വസിക്കുന്നവരല്ല. എന്നാൽ അവരിൽ പലരും പല കഥാപുസ്തകങ്ങളും വിശ്വസിച്ചിട്ടുണ്ട്. ആ വിശ്വസിച്ചിരുന്നതെല്ലാം ആ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസങ്ങൾ തന്നെയായിരുന്നു. ഇത് സത്യമല്ല എന്ന ബോധ്യത്തോടു കൂടി ആരും ഒന്നും വിശ്വസിച്ചിട്ടില്ല. എല്ലാവരും വിശ്വസിച്ചിരുന്നത് അവരവരുടെ കഥകൾ സത്യമാണ് എന്ന് തന്നെയാണ്. അങ്ങനെ സത്യമാണ് എന്ന ബോധ്യത്തോടു കൂടി വിശ്വസിച്ചവർ, ബോധ്യത്തോടു കൂടി എന്ന് പറഞ്ഞാൽ 100% ശരിയല്ല, കാരണം ബോധ്യമുള്ള ഒരു കാര്യം വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവർ വിശ്വാസത്തിൻ്റെ തലത്തിൽ അവരുടെ ഒരു ബോധ്യം അതാണ് ശരിയെന്നായിരുന്നു. ആ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചവരാണ് എല്ലാവരും. ആ കൂട്ടത്തിൽ ഇതാണ് യഥാർത്ഥ സത്യവിശ്വാസം എന്നതിന് ഇയാൾക്ക് ബോധ്യപ്പെടാവുന്ന യാതൊരു തെളിവും യുക്തിയും അയാളുടെ മുമ്പിൽ അവതരിപ്പിക്കാതെ അയാളെ കത്തി കാട്ടിയും തീക്കൊള്ളി കാട്ടിയും അടുപ്പ് കാട്ടിയും പേടിപ്പിച്ചിട്ടും അയാളെ കള്ള് കാട്ടിയും പെണ്ണ് കാട്ടിയും പ്രലോഭിപ്പിച്ചിട്ടും ഇത് വിശ്വസിക്കുക എന്ന് നിർബന്ധിക്കുകയും അങ്ങനെ വിശ്വസിക്കാത്തവരെ മുഴുവനും കൂടെ പിടിച്ച് ഞാനത് അടുപ്പിലിട്ട് കത്തിക്കാൻ പോകുന്നു എന്ന് ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്നത് ബുദ്ധിപരമായ എന്ത് നിലവാരമാണ് പ്രകടിപ്പിക്കുന്നത്? ഇവിടെ സൃഷ്ടി എന്ന് പറയുന്ന ഈ മനുഷ്യനേക്കാൾ അധമനാണ് സ്രഷ്ടാവ് എന്ന് പറയുന്ന ഈ ചങ്ങാതി, ഈ കഥ ശരിയാണെങ്കിൽ. കാരണം ഇയാൾ പറയുന്നത് ഞാൻ പെർഫെക്റ്റായിട്ട് എല്ലാവരെയും സൃഷ്ടിച്ചു, പക്ഷേ പിന്നെ ഞാൻ തന്നെ ഇവരെ അധമന്മാരാക്കി അവർ സത്യം വിശ്വസിക്കാത്തത് കൊണ്ട്. എന്തിനാണ് സത്യം വിശ്വസിക്കുന്നത്? സത്യം അങ്ങ് ബോധ്യപ്പെടുത്തിയാൽ പോരെ. സത്യം എന്ന് പറയുന്നത് ബോധ്യമാവണം, അല്ലാതെ വിശ്വാസം എങ്ങനെയാണ് സത്യമാകുന്നത്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും വിശ്വസിക്കുന്നത് അവരവർക്ക് സത്യമല്ലേ? ഇവിടെ സത്യം എന്ന് ഓരോരുത്തരും അവകാശപ്പെടുന്ന 1,900 കഥാപുസ്തകങ്ങളും കഥകളും നമ്മുടെ മുമ്പിലുണ്ട്. വിശ്വാസങ്ങൾ, മതങ്ങൾ എന്ന രീതിയിലുണ്ട്. അതിൽ ഏതാണ് സത്യം എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാലാണ് നമ്മുടെ ഒരു വിശ്വാസമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവായിട്ട് നമ്മുടെ ബോധ്യമായിട്ട് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക. അതല്ലാതെ കുറേ ആൾക്കാർ കുറേ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് കത്തി ചൂണ്ടിയിട്ട് ഇത് വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ, ആ ഭീഷണിക്ക് വഴങ്ങി നമ്മൾ ഏതെങ്കിലും ഒന്ന് വിശ്വസിച്ചാൽ അതിന് സത്യവിശ്വാസം എന്നെങ്ങനെ പറയാം? അത് പ്രലോഭനത്തിലൂടെയും ഭീഷണിയിലൂടെയും അടിച്ചേൽപ്പിച്ച വിശ്വാസം എന്നല്ലേ പറയുക? ഇപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുണ്ട്, ജൂതർ എന്ന് പറയുന്നുണ്ട്, ഹിന്ദുക്കൾ എന്ന് പറയുന്നുണ്ട്, ജൈനർ, സിഖർ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇവർക്കൊക്കെ അവരുടേതായ വിശ്വാസങ്ങൾ സത്യവിശ്വാസമാണ്. അവർ ആ വിശ്വാസങ്ങളിൽ എത്തിപ്പെടാൻ കാരണം അവർ ഈ ലോകത്തിലെ എല്ലാ വിശ്വാസങ്ങളെയും കൂട്ടി നിരത്തി വെച്ചിട്ട് അതെല്ലാം മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ച് അതിൽ ഏറ്റവും ശരിയായത് കണ്ടെത്തി അവരുടെ ഒരു ചോയ്സ് എന്നുള്ള ആൾക്ക് തിരഞ്ഞെടുത്തൊന്നുമല്ല. അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള യാതൊരു സാധ്യതയും മതങ്ങളുടെ കാര്യത്തിൽ ഇവിടെ ഇല്ല. അത് സാധ്യവുമല്ല. ഇന്ന് ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ മതങ്ങളും ലോകത്തുണ്ടായി മരിച്ചു പോയിട്ടുള്ള മതങ്ങളും ഇനി ഉണ്ടാകാൻ പോകുന്ന മതങ്ങളും ഒക്കെ കൂടെ നിരത്തി വെച്ച് പഠിച്ചിട്ട് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാനൊന്നും ഒരു ജന്മം മുഴുവൻ ഇരുന്നാലും ഒരു മനുഷ്യന് സാധ്യമല്ല. അത്രമാത്രം കഥകളും വിശ്വാസങ്ങളും മനുഷ്യർ കടന്നു പോയിട്ടുണ്ട്. ആ കഥകളിൽ നിന്ന് ഏത് കഥയാണ് ശരിയെന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലൊരു ക്രൈറ്റീരിയ ഉള്ളത്? ഭീഷണി ഏറ്റവും കൂടുതൽ മുഴക്കുന്നവർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാൾ വീശുന്നവർ, ഏറ്റവും കൂടുതൽ തോക്കും വാളും എടുത്തിട്ട് മനുഷ്യനെ കൊല്ലുന്നവർ, അവർ പറയുന്നത് വിശ്വസിക്കുക എന്നതാണോ
സത്യവിശ്വാസത്തിൻ്റെ മാനദണ്ഡം? അതോ നമ്മുടെ ബോധ്യമാണോ? ബോധ്യമാണെങ്കിൽ ആ ബോധ്യം നമുക്ക് ഉണ്ടാവാൻ തക്ക ഒരു ബൗദ്ധികമായിട്ടുള്ള പെർഫെക്ഷൻ നമുക്ക് സൃഷ്ടിക്കാതെ ഈ സൃഷ്ടാവ് തന്നെ വിളിച്ചു പറയുകയാണ്, ഞാൻ പെർഫെക്റ്റായിട്ട് സൃഷ്ടിച്ചു, പക്ഷേ ഞാൻ നിങ്ങളെ അധമന്മാരാക്കി, ഞാൻ നിങ്ങളെ വഴിവഴപ്പിക്കുന്നു. ഇത് ഇവിടെ മാത്രമല്ല, ഖുർആൻ ഉടനീളം ഈ മനുഷ്യൻ വഴിവഴക്കുന്നതിൻ്റെയും അധമനാവുന്നതിൻ്റെയും സത്യവിശ്വാസം സ്വീകരിക്കാത്തതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഈ അള്ളാഹു സ്വയം ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു തന്നെയാണ് അങ്ങനെ ആക്കിയത് എന്ന് ആവർത്തിച്ച് ഈ തലയിലെഴുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് പൊരുത്തപ്പെടുക? ഇതെല്ലാം കൂടെ, ഈ വൈരുദ്ധ്യങ്ങളെല്ലാം കൂടെ ഒരു ചട്ടിയിൽ വിളമ്പി തന്നാൽ അത് ചങ്ക് തൊടാതെ എങ്ങനെയാണ് മനുഷ്യൻ വിഴുങ്ങുക എന്നാണ് ഞാൻ എനിക്ക് ബുദ്ധി വെച്ച കാലം തൊട്ട് ഞാൻ ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യത്തിന് എനിക്ക് ഇന്ന് വരെ യുക്തിക്ക് നിരക്കുന്ന ഒരു മറുപടി കിട്ടിയിട്ടില്ല.